നമസ്കാരം. അപകടം തിരിച്ചറിയലും ഒഴിവാക്കലും എന്ന സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോലി സ്ഥലത്ത് നമുക്ക് അപകടമായേക്കാവുന്നത് എന്താണെന്നും ശരിയായ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കാൻ ഈ അപകടങ്ങൾ എങ്ങനെ ഒഴിവാക്കാമെന്നും അറിയേണ്ടത് പ്രധാനമാണ്. അതിനാൽ നമുക്ക് സെഷൻ തുടങ്ങാം. ഇപ്പോൾ നമുക്ക് ഈ സെഷൻ്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷൻ്റെ അവസാനം നിങ്ങൾക്ക് താഴെ പറയുന്നവ മനസ്സിലാക്കാൻ കഴിയും. ഒക്കുപേഷണൽ അപകടങ്ങളെയും അതിൻ്റെ ടൈപ്പുകളെയും തിരിച്ചറിയാൻ, ഒക്കുപേഷണൽ ഹെൽത്തും സേഫ്റ്റി മെഷേഴ്സും വിവരിക്കാൻ. ആദ്യം നമുക്ക് ഒക്കുപേഷണൽ അപകടങ്ങൾ നോക്കാം. പരിക്ക് അല്ലെങ്കിൽ അനാരോഗ്യം, വസ്തുവകകൾക്ക് കേടുപാടുകൾ, ജോലിസ്ഥലത്തെ പരിസ്ഥിതിക്ക് കേടുപാടുകൾ, അല്ലെങ്കിൽ ഇവയ്ക്ക് രണ്ടിനും ദോഷം വരുത്താൻ സാധ്യതയുള്ള ഉറവിടം അല്ലെങ്കിൽ സാഹചര്യം എന്നാണ് ഒക്കുപേഷണൽ അപകടത്തെ നിർവചിച്ചിരിക്കുന്നത്. വിവിധതരം ഒക്കുപേഷണൽ ഹസാർഡുകൾ ഉണ്ട്. അവയാണ് ഫിസിക്കൽ ഹസാർഡുകൾ, കെമിക്കൽ ഹസാർഡുകൾ, ബയോളജിക്കൽ ഹസാർഡുകൾ, ഫിസിയോളജിക്കൽ ഹസാർഡുകൾ, സൈക്കോളജിക്കൽ ഹസാർഡുകൾ, മെക്കാനിക്കൽ ഹസാർഡുകൾ, ഇലക്ട്രിക്കൽ ഹസാർഡുകൾ, എർഗണോമിക് ഹസാർഡുകൾ. ഈ ഓരോ അപകടങ്ങളിൽ ഉൾപ്പെടുന്നതെന്തെന്ന് നമുക്ക് വിശദമായി പഠിക്കാം. താഴെ പറയുന്നവയാണ് ഫിസിക്കൽ ഹസാർഡുകളിൽ ഉൾപ്പെടുന്നവ. ശബ്ദം, ചൂടും കോൾഡ് സ്ട്രെസ്സും, വൈബ്രേഷൻ, റേഡിയേഷൻ, അയോണൈസിങ്ങും നോൺ അയോണൈസിങ്ങും, ഇല്യൂമിനേഷൻ. കെമിക്കൽ ഹസാർഡുകളിൽ ഉൾപ്പെടുന്നവ ഇൻഫ്ലേമബിൾ, എക്സ്പ്ലോസീവ്, ടോക്സിക്, കൊറോസീവ്, റേഡിയോ ആക്റ്റീവ്. ബയോളജിക്കൽ ഹസാർഡുകളിൽ ഉൾപ്പെടുന്നവ ബാക്ടീരിയ, വൈറസ്, ഫംഗൈ, പ്ലാന്റ് പെസ്റ്റ്, ഇൻഫെക്ഷൻ. ഫിസിയോളജിക്കൽ ഹസാർഡുകളിൽ ഉൾപ്പെടുന്നവ ഓൾഡ് ഏജ്, സെക്സ്, ഇൽ ഹെൽത്ത്, സിക്നെസ്, ഫറ്റിഗ്. സൈക്കോളജിക്കൽ ഹസാർഡുകളിൽ ഉൾപ്പെടുന്നവ റോങ് ആറ്റിറ്റ്യൂഡ്, സ്മോക്കിംഗ്, ആൽക്കഹോളിസം, അൺസ്കിൽഡ് അപ്രോച്ച്. മോശം ഡിസിപ്ലിനിൽ ഉൾപ്പെടുന്നത് ആബ്സെൻറ്റീസം, ഡിസോബീഡിയൻസ്, അഗ്രസീവ് പെരുമാറ്റം. ആക്സിഡൻറ്റ് പ്രോൺനെസ്. ഇമോഷണൽ ഡിസ്റ്റർബൻസുകളിൽ ഉൾപ്പെടുന്നവ അക്രമം, ഭീഷണിപ്പെടുത്തൽ, സെക്ഷൽ ഹറാസ്മെൻറ്റ്. മെക്കാനിക്കൽ ഹസാർഡുകളിൽ ഉൾപ്പെടുന്നവ ഗാർഡുകൾ ഇല്ലാത്ത മെഷീനറി, ഫെൻസിംഗ് ഇല്ല, സേഫ്റ്റി ഡിവൈസ് ഇല്ല, കൺട്രോൾ ഡിവൈസ് ഇല്ല. ഇനിയും മറ്റു ചില മെക്കാനിക്കൽ ഹസാർഡുകളുണ്ട്. അവ ഷോപ്പ് തറയിൽ ബെയർഫൂട്ടായി ജോലി ചെയ്യുക, കൈപ്പിടിയില്ലാത്ത ഫയൽ ഉപയോഗിക്കുക, വെഡ്ജ് ഇല്ലാത്ത ബാൽപീൻ ഹാമർ കൊണ്ട് ചിസിൽ ഹെഡിൽ അടിക്കുക, പോക്കറ്റിൽ മുനയുള്ള സ്ക്രൈബർ തുറന്ന് സൂക്ഷിക്കുക, മഷ്റൂം ഹെഡ് ചിസിൽ കൊണ്ട് ഒരു മെറ്റൽ ചിപ്പ് ചെയ്യുന്നത്, സേഫ്റ്റി കണ്ണടകളില്ലാതെ ഒരു മെറ്റൽ സർഫേസ് ചിപ്പ് ചെയ്യുന്നത്, കേടായ സ്ലിങ്സുകൾ കൊണ്ട് ഹെവി ലോഡ് ഉയർത്തുന്നത്, സമീപത്ത് ആളുകൾ ജോലി ചെയ്യുമ്പോൾ ലോഡുകൾ ഉയർത്തുന്നത്, ഒരു തൂക്കിയിട്ടിരിക്കുന്ന ലോഡിന് അടിയിൽ നിൽക്കുന്നത്. ഇലക്ട്രിക്കൽ ഹസാർഡുകളിൽ ഉൾപ്പെടുന്നവ എർത്തിങ് ഇല്ലാതെ, ഷോർട്ട് സർക്യൂട്ട്, കറണ്ട് ലീക്കേജ്, ഓപ്പൺ വയർ, ഫ്യൂസോ കട്ട് ഓഫ് ഡിവൈസോ ഇല്ലാതെ. എർഗണോമിക് ഹസാർഡുകളിൽ ഉൾപ്പെടുന്നവ മോശമായ മാനുവൽ ഹാൻഡ്ലിംഗ് ടെക്നിക്ക്, മെഷീനറിയുടെ തെറ്റായ ലേഔട്ട്, തെറ്റായ ഡിസൈൻ, മോശമായ ഹൗസ് കീപ്പിംഗ്, ഓക്വേർഡ് പൊസിഷൻ, ശരിയല്ലാത്ത ടൂളുകൾ. അടുത്തത് നമുക്ക് സേഫ്റ്റിയെക്കുറിച്ച് അറിയാം. സേഫ്റ്റി എന്നത് ഹാം, ഡേഞ്ചർ, ഹസാർഡ്, റിസ്ക്, ആക്സിഡൻറ്റ്, ഇഞ്ചുറി അല്ലെങ്കിൽ ഡാമേജ് ഇവയിൽ നിന്നുള്ള ഫ്രീഡമോ പ്രൊട്ടക്ഷനോ ആണ്.
ഇനി നമുക്ക് ഒക്യുപ്പേഷണൽ ഹെൽത്തും അതിൻ്റെ പ്രാധാന്യത്തിലേക്കും പോകാം. ഒക്യുപ്പേഷണൽ ഹെൽത്തും സേഫ്റ്റിയും ഒരു കമ്പനിയുടെ സുഗമവും വിജയകരവുമായ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രധാന വശമാണ്. ഇത് ജീവനക്കാരുടെ സുരക്ഷയും ആരോഗ്യവും പരിസ്ഥിതി സംരക്ഷണവും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടിട്ട് ഉള്ളതാണ്. സ്ഥാപനത്തിൻ്റെ ഫലപ്രാപ്തിക്ക് ഇത് നിർണായക ഘടകമാണ്. ഇത് ആക്സിഡന്റ് ഫ്രീ ഇൻഡസ്ട്രിയൽ എൻവയോൺമെൻറ്റ് ഉറപ്പാക്കുന്നു. ജീവനക്കാരുടെ സേഫ്റ്റിയിലും വെൽഫെയറിലും ശരിയായ ശ്രദ്ധ ചെലുത്തുന്നത് വിലപ്പെട്ട ആദായം നൽകും. ഒക്യുപ്പേഷണൽ ഹെൽത്തും സേഫ്റ്റിയും എംപ്ലോയിയുടെ മനോവീര്യം കൂട്ടാൻ സഹായിക്കും. ആബ്സെൻറ്റീസം കുറയ്ക്കുന്നു. പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നു. ജോലി സംബന്ധമായ പരിക്കുകളുടെയും അസുഖങ്ങളുടെയും സാധ്യത കുറയ്ക്കുന്നു. നിർമ്മിച്ച പ്രൊഡക്റ്റുകളുടെയും റെൻഡർ ചെയ്ത സേവനങ്ങളുടെയും ക്വാളിറ്റി കൂട്ടുന്നു. പുനരാഖ്യാനത്തിന് നമ്മൾ പഠിച്ചത് ഒക്യുപ്പേഷണൽ അപകടങ്ങളും അതിൻ്റെ ടൈപ്പുകളും തിരിച്ചറിയൽ, ഒക്യുപ്പേഷണൽ ഹെൽത്തും സേഫ്റ്റി മെഷേഴ്സും വിവരിക്കൽ. അങ്ങനെ ഇത്രയുമാണ് അപകട സാധ്യത തിരിച്ചറിയലും ഒഴിവാക്കലും. നിങ്ങൾ എല്ലാ ആശയങ്ങളും മനസ്സിലാക്കിയെന്ന് കരുതുന്നു. അടുത്ത സെഷനിൽ കാണാം.